നിങ്ങളുടെ വീട്ടിൽ ഇത്രയും പരിപാടികൾ ഒപ്പിച്ചു വെച്ച ഇങ്ങനെ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നത് വെച്ചാൽ ഇപ്പൊ ചെയ്തോ അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞോ, എന്താ ചെയ്യാൻ തോന്നണേ? സാബുന എനിക്ക് പരിചയപ്പെടുത്തുന്ന എൻ്റെ ബ്രദറാണ് റിയാസ്. റിയാസിന്റെ മൂത്തുകുന്നത്തെ ഒരു വീട് സാബുവാണ് ആ വർക്ക് ചെയ്തത്. ആ വർക്ക് കണ്ട എല്ലാവരും ഇതാരാണ് ചെയ്തതെന്നുള്ള സാബുന ആ സമയം വരെ ഞങ്ങൾ പോകുമ്പോൾ ഒന്നും കാണാറില്ല. സാബുവിൻ്റെ വർക്കേഴ്സൊക്കെ ഉണ്ടാവും, അവിടെ നിന്ന് വർക്ക് ചെയ്യാനുണ്ടാവും. പക്ഷെ അത് ഞങ്ങൾ ചെന്ന് കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു ഡിസൈനിൽ വളരെ മനോഹരമായിട്ടാണ് ആ വീട് ചെയ്തിരുന്നത്. എൻ്റെ ബ്രദർ താമസിക്കണതിൻ്റെ ആ വീട് ഒന്ന് റിനോവേഷൻ ചെയ്യാൻ വേണ്ടി അപ്പോഴാണ് ഞാൻ സാബുവിനെ കാണുന്നത്. ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാബു ആ വർക്ക് ചെയ്തേക്കണത് എൻ്റെ 2 ബ്രദറുടെ വീട് ഒരേ ഡിസൈനിലാണ് ചെയ്തിരുന്നത്. അത് രണ്ടും 2 രീതിയിലാക്കി മാറ്റി നല്ല നല്ല ഭംഗിയാണ്. അപ്പം എൻ്റെ മനസ്സിൽ ഞാനിത് ഈ വീട് ഒരു 25 വർഷം പഴക്കമുള്ള വീടാണിത്. 25 വർഷത്തിന് മുകളിലുണ്ടാവും. ഞാൻ വാങ്ങിയിട്ട് 25 വർഷം പഴയ വീട് വാങ്ങിയതാണ്. ആ വീടിനെ അപ്പം ഞാൻ വെറുതെ അന്ന് അവിടെ എനിക്ക് അങ്ങനെ പ്ലാനൊന്നും ഉണ്ടായില്ലെങ്കിലും ഞാൻ ചോദിച്ച് നമുക്ക് അതൊന്ന് ചെയ്യിച്ചാലോ ഒന്ന് റിയാസിനോട് ചോദിച്ചു പറഞ്ഞ് ചെയ്യിക്കുക, സാബുവിനെ കൊണ്ടൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് സാബു വന്ന് നോക്കി. പിന്നെ ഉള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു. കാരണം ഇതിനെ മൊത്തം അടിമുടി അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു. പിന്നെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം വരുന്നൊരു ഊഞ്ഞാല് അവിടെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതൊക്കെ സാബുവിൻ്റെ ഐഡിയ പ്രകാരം അതിനെ ഞാനൊന്നും പറയേണ്ട വന്നില്ല. എൻ്റെ മനസ്സ് എന്താണെന്ന് സാബു മനസ്സിലാക്കി എന്നുള്ളതാണ്. ഏകദേശം എത്ര വർഷം പഴക്കമുണ്ട് വീടിന്? മൊത്തം 20-25 വർഷം 30 വർഷം ഒന്നിലും ഉണ്ടാവും. കാരണം ഞാൻ വാങ്ങിക്കുമ്പോൾ ഒരാൾ വാങ്ങിയിട്ട് അയാൾ പണിതാണത്. സാധാരണ ഒരു വീട് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺട്രാക്ടേഴ്സ് പിന്നെ ആ വഴിക്ക് വരാറില്ല. കാരണം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടും എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ സാബു ചേട്ടൻ ഇവിടെ ഉണ്ട് നിലവിൽ, കൂടാതെ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. സോ എന്താണ് ഇതിൻ്റെ ഒരു അത്? സാബു ഒരു വർക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സാധാരണ രീതിയിൽ താങ്കൾ പറഞ്ഞാൽ ശരിയാണ്, അടുത്ത വർക്കിലേക്കോ അല്ലെങ്കിൽ പിന്നെ ഒരു കോൺട്രാക്ടർ ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങളുടെ ഫാമിലിയിലെ ഇപ്പോൾ ഒരുവിധമുള്ള എല്ലാവരുടെയും പിന്നെ എൻ്റെ കൂട്ടുകാരുടെ ഒരുപാട് വർക്കുകൾ മെയിനായിട്ട് സാബുവിനെ എനിക്ക് പറയാനുള്ള, സാബുവിനെ നിർത്തിയിട്ട് പറയാൻ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു സത്യസന്ധനായ ഒരു കോൺട്രാക്ടർ. ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരും സംസാരിക്കുന്ന ഒരു വിഷയമാണ്. ഭയങ്കരമായിട്ടുള്ള സത്യസന്ധതയുണ്ട് സാബുവിന്. അതാണ് സാബുവിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി. വർക്ക് എങ്ങനെ അതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് സാബുവിനെ നിർത്തിയിട്ട് പറയുമ്പോൾ സാബുവിന് എന്താണെന്നുണ്ട സത്യസന്ധനായ ഒരു കോൺട്രാക്ടർ. ഒരു രൂപയുടെ വ്യത്യാസവും ഇല്ലാതെ. അല്ലെങ്കിൽ ചിലപ്പോൾ റിയാസ് പറഞ്ഞൊരു കേസ് അങ്ങനെയാണ്. ഒരു സ്ഥലത്ത് ഒരു വർക്ക് ചെയ്തപ്പോൾ നഷ്ടം വരും സാബുവിനത്. എന്നാലും ആ ഒരു ഭാഗം ആ എഗ്രിമെന്റിൽ ഇല്ല. എന്നിട്ട് പോലും അത് സ്വന്തം കയ്യിൽ നിന്ന് കാശ് പോയാലും കുഴപ്പമില്ല, അത് പൊളിച്ച് ഭംഗിയാക്കണം എന്ന് സാബു വാശി. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ വർക്കിൽ മാത്രം ക്വാളിറ്റി ഉണ്ടായിട്ട് കാര്യമില്ല. എസ്പെഷ്യലി നമ്മൾ സ്വപ്ന ഭവനം പണിയുമ്പോൾ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് ആ പണിയുന്ന ആൾ നമ്മളോട് 100% ജെന്യുവിൻ ആയിരിക്കണം, നമ്മളോട് വിശ്വസ്തത ഉണ്ടാവണം, പണിയുടെ കാര്യത്തിലായാലും കാശിൻ്റെ കാര്യത്തിലായാലും. സോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് സാബു ചേട്ടനെ കുറിച്ച് നമ്മൾ എല്ലാ ക്ലയൻറ്റിൻ്റെ നിന്നും കേൾക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെയൊക്കെ പറയുന്നത്. സോ പിന്നെ എങ്ങനെയായിരുന്നു മറ്റുള്ള നിങ്ങളുടെ ഡിസൈനിങ് പാർട്ടൊക്കെ സാബു ചേട്ടൻ തന്നെയാണോ എല്ലാം ചെയ്യിച്ചത് അതോ? ഇല്ല, എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെനിക്ക് കൂടുതൽ അങ്ങോട്ട് പറയേണ്ട വന്നില്ല. സാബു വന്ന് നോക്കി. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, പറഞ്ഞ നേരം കൊണ്ട് കുറേ ആളുകൾ വന്ന് അടിച്ച് പൊളിച്ച് കുറേ സാധനങ്ങൾ പൊളിച്ച് കളയേണ്ടതൊക്കെ ഉണ്ടായിരുന്നു. പടപടയെന്ന് പരിപാടി കഴിഞ്ഞ് നിസ്സാര സമയം കൊണ്ട് ഈ പരിപാടി തീർന്ന്. അത് ലാഗില്ല. പത്തനംതിട്ടയിലും 2 വർക്കുകൾ നടക്കുന്നുണ്ട് സാബുവിന്റെ. എന്നിട്ട് പോലും ഇപ്പൊ 1 വർഷമായി. ഇപ്പൊ ഇത് 1 വർഷം. അപ്പൊ അന്ന് ആ 2 വർക്കുകൾ അവിടെ നടക്കുമ്പോഴും എൻ്റെ പണിക്ക് യാതൊരു തടസ്സമില്ലാതെ ആ വർക്ക് സ്പീഡായിട്ട് ചെയ്തെന്നുള്ളത് ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമായിരുന്നു. ഇത് പറഞ്ഞ നേരം കൊണ്ട് അത് മാത്രമല്ല, ഏറ്റവും വലിയ രസം അധികം പൈസയും ആയില്ല. സാബുവിന് ഞങ്ങൾ ഒരുപാട് വർക്കുകൾ ഞങ്ങളുടെ ചെയ്തതിന്റെ പേരിലാണെന്നറിയില്ല, പെട്ടെന്ന് തന്നെ ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്ത്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരുപാട് പൈസ എൻ്റെ കയ്യിലില്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ് പോക്കായിരിക്കണമെന്ന് പറഞ്ഞു. അത് കൃത്യമായിട്ട് സാബു മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ പരിപാടിയും കഴിഞ്ഞ് ഒരുപാട് പൈസ ഒന്നും ചിലവ് വന്നില്ല. ഇതിനൊക്കെ നിസ്സാര പൈസ വന്നെന്താ
ഞാൻ പ്രതീക്ഷിച്ചതിന്റെ പകുതി പൈസ വന്നുള്ളൂ. ഓക്കെ, സാധാരണ ഉണ്ടാവാറുള്ളത് ഒരു ബഡ്ജറ്റ് ഇട്ട് പ്രതീക്ഷിക്കുന്നതിനേക്കാളും 10%, 20%, അല്ലെങ്കിൽ ചിലപ്പോൾ പകുതി ഇരട്ടി പൈസ ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. സോ ഇവിടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂടാൻ കാരണം എക്സ്പെക്ട് ചെയ്തേക്കാളും കുറഞ്ഞ ചിലവിൽ പരിപാടി തീർന്നു, അടിപൊളിയായിട്ടുള്ളൊരു വീട് റിനോവേറ്റ് ചെയ്ത് കിട്ടി എന്നുള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാവരും ഉള്ളൊരു ടെൻഷനാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് റിനോവേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക അത്രയും ദിവസം. ചിലർക്ക് മാറി താമസിക്കാൻ വീടൊന്നും ഇല്ലാത്തവരായിരിക്കും, അതിനുള്ള സെറ്റപ്പ് ഉണ്ടാവില്ല. പക്ഷേ പണി അത്രയും ഫാസ്റ്റായിട്ടും കംഫർട്ടബിളായിട്ടും പോകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് TJ കൺസ്ട്രക്ഷനെ വീട് ഏൽപ്പിച്ച നിങ്ങൾക്ക് ആ ഒരു ബെനിഫിറ്റ് എൻജോയ് ചെയ്യാം. ഒരുപാട് ആളുകൾ എൻ്റെ കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ അവരോട് ഏറ്റവും ആദ്യം, അതുമല്ല ഈ ഇതിൻ്റെ ജിപ്സം വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തേക്കണത്. പക്ഷെ കണ്ട പലരും ഇത് മരമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വരക്കണ ആളൊക്കെ സാബുൻ്റെ നല്ല സൂപ്പറായിട്ടുള്ള ആളുകളുണ്ട്, നല്ല ഇതിൻ്റെ ഡിസൈനൊക്കെ വരച്ച്. അതൊക്കെ പെട്ടെന്നാണ്, ഒരുപാട് സമയം കൊടുക്കണില്ല അയാൾ. വെറുതെ കൈ കൊണ്ടൊരു ഈ വിരൽ വെച്ചിട്ടുള്ള ഒരു കലാപരിപാടിയാണ്. അത്ര പെട്ടെന്നാണ് അതൊക്കെ വരച്ചത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മരമാണെന്ന് തന്നെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. മരം അല്ലാതുള്ള കാര്യം നമുക്കെല്ലാം അറിയും. ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഒക്കെ ഞെട്ടുന്നുണ്ടോ? എല്ലാവരും ഞെട്ടിയിട്ടുണ്ട്. കാരണം ഈ ഇത്രയും മരങ്ങളൊക്കെ അങ്ങനെ ആക്കി എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ വന്ന് ആ പെയിന്റർ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു ഏരിയ ഫുള്ള് അവനത് വരച്ചപ്പോൾ കാണാത്ത ആളുകൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റില്ല. കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് വീടിനെ റിനോവേറ്റ് ചെയ്യാൻ എന്തെങ്കിലും പ്രോഗ്രാം റിലേറ്റഡ് എന്തെങ്കിലും ഒരു ആവശ്യം വന്നപ്പോഴാണോ, അല്ലെങ്കിൽ എന്തായിരുന്നു ഇങ്ങനെ ഒരു ഡിസിഷൻ വരാൻ കാരണം? എന്റെ ബ്രദറിന്റെ വീട് സാബു ചെയ്തത് കണ്ടപ്പോ ഒരാഗ്രഹം തോന്നി. എന്റെ മനസ്സിൽ അങ്ങനെ ഇത് ചെയ്യണമെന്നുണ്ടായിരുന്നു, ഒരു പ്ലാനും ഉണ്ടായില്ല. ആ സമയത്ത് ഇങ്ങനെ ഓരോ എന്റെ ബിസിനസ്സും ഇതൊക്കെ വേറെ ഇതാണ്. അപ്പൊ ആ ഫുൾ ടൈറ്റിൽ നിൽക്കുന്ന നേരത്താണ് ഞാൻ പിന്നെ ഇത് കണ്ടിട്ട് ഉള്ളൊരാഗ്രഹം കൊണ്ട് ചെയ്ത്. വീട് പുതിയതായിട്ട് പണിയാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ പഴയ വീടിന് ഇതുപോലെ റിനോവേറ്റ് പുതിയതായി ആഗ്രഹിക്കുന്നവരുണ്ടാവും. സോ എന്താണ് അവരോട് പറയാനുള്ളത്? എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാരണവശാലും പഴയ വീട് നിങ്ങൾ പൊളിച്ച് കളയല്ലേ. നിങ്ങൾ കളയണതിന് മുമ്പ് സാബുവിനൊന്ന് കോണ്ടാക്ട് ചെയ്യണം. അല്ലെങ്കിൽ സാബു ചെയ്ത വർക്കുകൾ 2-3 കാണും. പൊളിച്ച് കളയരുത്. പൊളിച്ച് കളയാന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ മുതൽ സ്റ്റാർട്ട് ചെയ്യണ്ടേ. അതിൻ്റെ ആവശ്യം വന്നില്ല. നമുക്ക് ചെറിയ റൂമുകളായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ എലിവേഷനിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ ആണെങ്കിൽ അത് സാബു പിന്നെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് പൊളിക്കേണ്ട വരില്ല. അത് പൊളിക്കാതെ തന്നെ പുള്ളി അതിനെ ഭംഗിയാക്കി തരും. പൊളിക്കേണ്ടതാണെങ്കിലേ പൊളിക്കുള്ളൂ. അത് പൊളിക്കേണ്ട അതിൽ തന്നെ കുറെ കാര്യങ്ങൾ പൊളിച്ച് കളയേണ്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ പൊളിച്ച് കളയും. പക്ഷെ എന്നാലും നമുക്കൊരു 50% പൈസ അതിൽ നമുക്ക് ലാഭിക്കാം. തീർച്ചയായിട്ടും പൊളിച്ചു കഴിഞ്ഞാൽ നമ്മൾ 1 മുതൽ തുടങ്ങണേക്കാളും നല്ലതാണ്. പഴയത് തന്നെ നമുക്ക് ഭംഗിയായി കിട്ടിയാൽ മതിയല്ലോ. അപ്പൊ ഇനി സാബു ചേട്ടന്റെ വർക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനിയും ആരെങ്കിലും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും എല്ലാവർക്കും സജസ്റ്റ് ചെയ്യില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പുള്ളിക്ക് സാധിച്ചു. അത് നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായി നമ്മൾ വിചാരിക്കുന്നു. സോ ഒത്തിരി പേരുടെ പ്രശ്നമാണ് വീട് പണിയണം അല്ലെങ്കിൽ റിനോവേറ്റ് ചെയ്യണം, പക്ഷെ എവിടെ പോകണം, ആരുടെ അടുത്ത് പോകണം, ആരെ വിശ്വസിക്കണം ഒന്നും അറിയില്ല. കാരണം അത്രയും ഓപ്ഷൻസ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇന്നുണ്ട്. നിങ്ങൾക്ക് സാബു ചേട്ടൻ്റെ TJ കൺസ്ട്രക്ഷൻ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ നിങ്ങളൊന്ന് അപ്രോച്ച് ചെയ്യുക. നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് വേണമെങ്കിൽ എങ്ങും അന്വേഷിച്ച് പോകണം. നമ്മുടെ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എൻക്വയറീസ് പറയുക, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള റിക്വയർമെൻറ്റ്സ്. നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് മനോഹരമായ വീട് ഉണ്ടായി വരും. അതിന് സാബു ചേട്ടൻ്റെ TJ കൺസ്ട്രക്ഷൻ്റെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും പുതിയ വീടുകളുടെ ഡിസൈൻസും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ അറിയാൻ സാധിക്കും. സോ വീഡിയോ ഇടം വരെ കണ്ടതിന് താങ്ക് യു.